എമ്പുരാൻ സിനിമ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മധുര കോൺഗ്രസ്, ആശാ വർക്കർമാരുടെ മുടിമുറിക്കൽ സമരം, വഖഫ് നിയമ ഭേദഗതി, ഇങ്ങനെ ഗടാഗടിയൻ വിഷയങ്ങൾക്കിടയിൽ അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അത് മാർച്ച് 30 പത്രത്തിൽ വന്നതാണ്. പല പത്രങ്ങളിലും വന്നില്ല, ചില പത്രങ്ങളിൽ അത്ര പ്രധാനപ്പെട്ടതല്ലാതെ വന്ന ഒരു വാർത്തയാണ്. ചണ്ഡീഗറിലെ CBI സ്പെഷ്യൽ ജഡ്ജ് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിയെ കുറ്റവിമുക്തിയാക്കി എന്നുള്ളതാണ് വാർത്ത. ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാവുക, അതും അഴിമതി കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ അത്ര സാധാരണമായിട്ടുള്ള കാര്യമല്ല. ഇത് 2008 രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് നിയമവൃത്തങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായ കാര്യം. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന നിർമ്മൽ യാദവ് എന്ന് പറഞ്ഞ ഒരു മഹതിയാണ് കുറ്റാരോപിതയായിട്ട് വന്നത്. നിർമ്മൽ യാദവ് സത്യത്തിൽ ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആളല്ല. സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, നിർമ്മൽ യാദവ് ആണെന്ന് തെറ്റിദ്ധരിച്ച് നിർമ്മൽജിത്ത് കൗർ എന്നു പേരുള്ള മറ്റൊരു ജഡ്ജി അതേ കോടതിയിലുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ ഒരാൾ ഒരു പ്ലാസ്റ്റിക് കടലാസിൽ പൊതിഞ്ഞ് കുറച്ച് സംഖ്യ എത്തിച്ചു. സംഭവം നോക്കുമ്പോൾ വെച്ചാൽ ഒരു 15 ലക്ഷം രൂപയുണ്ട്. ഇത് നിർമ്മൽജിക്ക് തരാനാണ് എന്ന് പറഞ്ഞ് ആരും കൊടുത്തയച്ചാണ്. ഈ നിർമ്മൽജിത്ത് കൗർ വളരെ നിർമ്മലയായ ഒരു മഹതിയായിരുന്നു. അവരപ്പം തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് ഇയാളെ പിടിച്ചു. ആരാണ് കാശ് കൊടുത്തയച്ച് എന്ന് ചോദിച്ചപ്പോൾ അവിടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരിക്കുന്ന ഒരു സഞ്ജയ് ബൻസാൽ എന്ന് പറഞ്ഞ ഒരു മഹാനാണ് പൈസ കൊടുത്തയച്ചത്. പിന്നെ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യപ്പോഴാണ് സംഗതി പുറത്തു വന്നത്. നേരത്തെ നിർമ്മൽ യാദവ് കേസ് അനുകൂലമായി വിധിച്ച ചില കക്ഷികൾ ഉദ്ദിഷ്ട കാര്യസഹായത്തിന് ഉപകാരസ്മരണ എന്ന മട്ടിൽ കൊടുത്തയച്ചാണ് ഈ 15 ലക്ഷം. ഇതിൻ്റെ ആദ്യ ഗഡു നേരത്തെ കൊടുത്തിരുന്നു. രണ്ടാം ഗഡു കേസ് ജയിച്ചതിന് ശേഷം കൊടുക്കുകയുണ്ടായത്. ആ രണ്ടാം ഗഡുവുമായിട്ടാണ് ഇയാളുടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ സേവകൻ അവിടെ എത്തിയത്. അദ്ദേഹത്തിന് ആൾ മാറിപ്പോയി. നിർമ്മൽ യാദവാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിർമ്മൽജിത്ത് കൗറിൻ്റെ വീട്ടിലാണ് കൊണ്ടു കൊടുത്തത്. കൗറിന് ആ കവർ യഥാർത്ഥ ഉടമസ്ഥയെ കണ്ടുപിടിച്ച് അങ്ങോട്ട് കൈമാറിയാൽ മതിയായിരുന്നു. അവർ പക്ഷേ നേരസ്ഥ തെളിയിക്കാൻ വേണ്ടി ഇത് പോലീസിൽ അറിയിച്ചു. പോലീസുകാർ 2 ആഴ്ച മുമ്പ് അന്വേഷിച്ചു. അത് കഴിഞ്ഞ് CBIക്ക് കൈമാറി. CBIക്കാരാരാ മക്കൾ, അവർ അന്വേഷിച്ച് പോയി. അന്വേഷണം നിർമ്മൽ യാദവിലെത്തി. അപ്പോൾ വലിയ കൂളലൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ട് ഈ നിർമ്മൽ യാദവ് എന്ന് പറഞ്ഞ മഹതിയെ ഉത്തരാഖണ്ഡിലേക്ക് മാറ്റി. നിർമ്മൽജിത്ത് കൗറും സംശയത്തിൻ്റെ ആ ഒരു മേലങ്കിൽ തന്നെയായിരുന്നു. അവരെ രാജസ്ഥാനിലേക്ക് മാറ്റി. ഈ 2 സ്ത്രീകളെ 2 സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ സുപ്രീം കോടതിക്ക് ചെറിയൊരു സമാധാനം കിട്ടി. CBI അന്വേഷിച്ച് അവസാനം കേസില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ആ കോടതി അതിൻ്റെ അകത്ത് കുറ്റപത്രം കൊടുത്ത് മടക്കി. കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ CBI ജഡ്ജി അത് മടക്കി. രണ്ടാമത് അന്വേഷിച്ചു. ഒടുവിൽ സുപ്രീം കോടതി അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അയച്ചു. പ്രസിഡന്റ് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് സാങ്ഷൻ കൊടുത്തു. പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തത് എന്നാണ് 2011 നിർമ്മൽ യാദവ് റിട്ടയർ ചെയ്യുന്നതിൻ്റെ അന്ന്. റിട്ടയർ ചെയ്ത് പോകുന്ന ദിവസം പ്രോസിക്യൂഷണൽ സാങ്ഷൻ ഡൽഹിയിൽ നിന്ന് വരികയാണ്. അങ്ങനെ കുറ്റാരോപിതയായി 2011 തൊട്ട് ഈ യാദവ സ്ത്രീ ഇങ്ങനെ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. അങ്ങനെ നടന്ന് 2025 മാർച്ച് 29 കേസ് വിധി വന്നു. ആ കേസിൽ നിർമ്മൽ യാദവിനെതിരായി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞില്ല എന്നാണ് സ്പെഷ്യൽ ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ഹൈക്കോടതി ജഡ്ജി, അത് ഒരു വനിത, നേരത്തെ വിധിച്ച കേസിൻ്റെ പാരിതോഷികം പിന്നീട് കൈപ്പറ്റി എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല, ഒട്ടും വിശ്വാസയോഗ്യമല്ല എന്നാണ് CBI ജഡ്ജിയുടെ ഫൈൻഡിങ്. അങ്ങനെ 10-17 കൊല്ലം നീണ്ട വലിയ നിയമയുദ്ധത്തിൽ നിർമ്മൽ യാദവ് ജയിച്ചു. അവർ തികച്ചും നിഷ്കളങ്കയാണ് എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യം. ഏറ്റവും കുറഞ്ഞ് നിർമ്മൽ യാദവെങ്കിലും ബോധ്യം. പഞ്ചാബ് ഹരിയാനയിലെ ആളുകളൊക്കെ വളരെ നേർബുദ്ധികളായതുകൊണ്ട് ഇപ്പോൾ അവർക്കും സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് 15 കോടി, 10 ഇരട്ടിയെന്നാലും 15 ലക്ഷമായിരുന്നു, ഇപ്പോൾ 15 കോടിയായി. 15 കോടി രൂപയുടെ നോട്ട് കണ്ടെത്തിയ ഒരു വാർത്ത നിങ്ങൾ പേപ്പറിൽ വായിച്ചില്ലേ? അവിടെ സംഭവിച്ച് ഇതുപോലെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ആരാണ്ടും ഔട്ട് ഹൗസിൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വെച്ചു. എന്നിട്ട് തീ കൊളുത്തി. അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് ഫയർഫോഴ്സുകാരെ വിളിച്ചു. ഫയർഫോഴ്സുകാർ വന്നു. തീ അണയ്ക്കുന്ന കൂട്ടത്തിൽ ഇത് നോട്ട് കെട്ടുകൾ കണ്ടെത്തി. അത് പോലീസിനെ അറിയിച്ചു. പോലീസുകാർ കുറച്ച് നോട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി. നമ്മുടെ ആലുവ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ചെയ്ത പോലെ കുറേ കാശ് മാറ്റി, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റി. ഇതാ തീ പിടിച്ചേ എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കി.
എൻ്റെ അഭിപ്രായത്തിൽ ഈ പാവപ്പെട്ടവനെ ക്രൂശിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അയാളെ അലഹബാദിലേക്ക് മാറ്റി. നിർമ്മൽ യാദവിന് ഉത്തരാഖണ്ഡിലേക്കാണ് മാറ്റിയെങ്കിൽ ഇയാളെ തിരിച്ച് അയാളുടെ ഹോം സ്റ്റേറ്റായിട്ടുള്ള ഉത്തർപ്രദേശിലേക്ക് അലഹബാദിലേക്ക് മാറ്റി. ഇങ്ങനെ ഈ നാട്ടിൽ സത്യസന്ധരായ ഒട്ടും അഴിമതിക്കാരല്ലാത്ത കൈക്കൂലിക്കാരല്ലാത്ത ജഡ്ജിമാരെ ഇതുപോലെയുള്ള കേസുകളിൽ കുടുക്കി ക്രൂശിക്കാനുള്ളൊരു മാഫിയ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ബലമായ സംശയം. ഇത് കാണുന്ന എല്ലാവർക്കും ഇങ്ങനൊരു സംശയം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നിർമ്മൽ യാദവിനെ അഭിനന്ദിക്കുന്നു. 10-17 കൊല്ലം ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും നിരപരാധിത്വം തെളിയിച്ചു. അതുപോലെ ഡൽഹി ഹൈക്കോടതിയിലെ ഈ നോട്ട് കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട ജഡ്ജിയും അനധി വിദൂര ഭാവിയിൽ നിരപരാധിത്വം തെളിയിക്കും. അദ്ദേഹത്തിൻ്റെ പേരും നിയമവൃത്തങ്ങളിൽ സുവർണ ശോഭയോടുകൂടി മിന്നിത്തിളങ്ങി നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാ ന്യായാധിപന്മാർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. വീട്ടിലാരെങ്കിലും പൈസ കൊണ്ടുവരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. അത് പൊടിയിട്ട് പിടിക്കാനുള്ള സാധ്യത പോലും ഇപ്പോഴത്തെ കാലത്തും ഉണ്ട്. പ്രത്യേകിച്ചും രാജ്യം ഭരിക്കുന്നത് എന്ത് ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാരാണ് എന്നുള്ളതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.